ഷാർജ ഭരണാധികാരിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മീഡിയ ഗ്രൂപ്പിൽപ്പെട്ട മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി നൗഫൽ വർഷങ്ങളായി ഹിസൈനസിനൊപ്പമാണ് ജോലി ചെയ്യുന്നത്. നൗഫൽ വലിയ സന്തോഷം ഇങ്ങനൊരാളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ. എങ്ങനെയാണ് ഷാർജയിൽ എത്തുന്നത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഹിസൈനസിൻ്റെ കൂടെയുള്ള മീഡിയ ടീമിൽ എത്തുന്നത്? 2012 ഞാൻ യു എയിലേക്ക് ആദ്യമായിട്ട് കയറുന്നത്. 2012 മാർച്ച് 22 ആദ്യം വന്നത് ഇവിടെ ഷാർജയിൽ തന്നെ ഒരു സാധാരണ ഒരു സ്റ്റുഡിയോയിലേക്കായിരുന്നു. അങ്ങനെ ആ സ്റ്റുഡിയോയിൽ നിന്നില്ല ഓരോ ആളുകളുടെയും കരിയർ അപ്ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് 2012 മുതൽ 2014 വരെ ഷാർജയിൽ തന്നെ ഒരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് പിന്നെ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ഫോട്ടോഗ്രാഫറുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ യു എയിൽ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി കരിയറിനെ തന്നെ എനിക്ക് ഇത്രത്തോളം മാറ്റാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതും. ഹിസൈനസിന്റെ അൽകാസ്മിയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്? തീർച്ചയായും ഒരുപാട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ അയാളുടെ കൂടെ നിന്ന് ഉള്ള പരിചയം കൊണ്ടും ഒക്കെ ആയിട്ട് ഒരുപാട് കോണ്ടാക്ട് ലോക്കൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും മറ്റുള്ള കുറേ VIP ഒക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 2018 ഞാൻ ഷാർജ മീഡിയയിലേക്ക് ജോലിയിൽ കയറുന്നത്. അവിടുന്ന് ആ വർഷം മുതൽ തന്നെ ഞാൻ ഹിസൈനസിൻ്റെ കൂടെയുള്ള മീഡിയ ടീമിൽ പോവുകയും ഒരുപാട് നല്ല ഫോട്ടോസ് ഷാർജ ബുക്ക് ഫെയർ അതുപോലെയുള്ള ഷാർജയിലെ വലിയ വലിയ ഇവൻറ്റുകളുടെ ലൈറ്റ് ഫെസ്റ്റിവൽ എക്സ്പോഷർ അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഹിസൈനസിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് അൽകാസ്മിക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അത് ഈദിന്, അതായത് നോമ്പിന് അതുപോലെ ഈദിനൊക്കെ നമുക്ക് പാലസിലേക്ക് ഷെയ്ഖിനെ വിസിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവും. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഷാർജ ഗവൺമെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാകുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഷെയ്ഖിനെ നേരിട്ട് പോയിട്ട് ഷെയ്ഖ് ഹാൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകുന്നത്. നമ്മളൊരു മലയാളികളോട് ഇപ്പം ഇന്ന ആളുടെ കൂടെ ജോലി ചെയ്യുന്നു, ഷാർജ ഷെയ്ഖിൻ്റെ കൂടെ ഉള്ള ഫോട്ടോഗ്രാഫറൊന്നും അത്ര ഒരു ഇതില്ല. പക്ഷേ ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ആ ടീമിലില്ല ആളല്ലേ, നിങ്ങൾ ഫോട്ടോസ് കാണലുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ തരുന്ന നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. മീൻസ് അവരുടെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പിന്നെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നൗഫൽ ഇപ്പോൾ ഈ പറയുമ്പോൾ വലിയ സന്തോഷത്തിലും അഭിമാനത്തിലും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നോ വന്നപ്പോൾ? എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ എത്താൻ? ഞാനൊരു സാധാരണ ഒരു ലോ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഞാൻ മാത്രമുള്ള ഒരാണായിട്ട് എൻ്റെ ഉപ്പാക്ക്, പിന്നെ എൻ്റെ താഴെ ഒരു പെങ്ങളും മുകളിൽ ഒരു പെങ്ങളുമാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന ആ സമയത്തിൻ്റെ കുറച്ച് മുമ്പൊക്കെ എൻ്റെ 12th ക്ലാസ്സിന് ശേഷം ഞാൻ എന്തെങ്കിലും ഒരു പണി ഉപ്പാനെ സഹായിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളെ നാട്ടിൽ തന്നെ എല്ലാ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ്മാനായിട്ട് കയറുന്നത്. അങ്ങനെ സെയിൽസ്മാനായി കയറിയാണ്ട് അവിടുന്ന് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതിനേക്കാളും നല്ല പൈസ കിട്ടിയിരുന്നു. പക്ഷേ എൻ്റെ മാമൻ്റെ മോന് ഒക്കെ പറഞ്ഞു, എനിക്ക് സെയിൽസ്മാൻ ആയിങ്ങാണ്ട് ഇങ്ങനെ തുടരുന്നതാണോ അതോ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നിൻ്റേതായിട്ടുള്ളൊരു. അപ്പോഴും എനിക്ക് പണ്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ തന്നെ കാണുന്ന ഇത്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം, പക്ഷെ അതിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെടാം, ഈ ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ എത്തിപ്പെടാം ആരും പറഞ്ഞു തരാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മാമൻ്റെ മക്കളൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ നാട്ടിലുള്ള ഒരു സ്റ്റുഡിയോയിൽ ഇന്നെ കൊണ്ടുപോയി കയറ്റുന്നത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റുഡിയോ ക്ലീൻ ചെയ്യണം, ഗ്ലാസ് ക്ലീൻ ചെയ്യണം, അതുപോലെ നിലം തുടക്കണം, അടിച്ചു വരണം, അങ്ങനെയുള്ള പണികളായിരുന്നു ഒരു 1 year വരെയും. കാരണം ഒരുപാട് സ്റ്റാഫുകൾ എന്നെ പോലെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പം നമുക്കൊക്കെ കാരണം അത്രയും തിരക്കുള്ളൊരു സ്റ്റുഡിയോ ആണ്. എൻ്റെ സീനിയേഴ്സൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അവരുടെ മോണിറ്റർക്ക് ഇങ്ങനെ ബാക്കിൽ പോയി നോക്കിയിരുന്ന് ഇങ്ങനെ അവർ വല്ല വാഷ്റൂമിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു 10 minute ചാടിയിരുന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാം പഠിച്ച്. പക്ഷെ എനിക്ക് നല്ലൊരു ഇതുണ്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പേ വർഷങ്ങളായിട്ട് പഠിക്കാൻ വന്ന അവരെക്കാളും കൂടുതൽ പെട്ടെന്ന് എനിക്ക് ഓരോ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇവിടെ വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നൗഫൽ കുറേ ദുരിതം അനുഭവിച്ചിട്ടുണ്ടല്ലേ, പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ഫാമിലി ഇത് കാണുമ്പോൾ അത് അവർക്കൊരു വിഷമമായിരിക്കും. കാരണം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ ആ ഒരു കടം പകുതിയിലേറെയും ഇനിയും വീടാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 1 ദിറംസ് ഇവിടുന്ന് കിട്ടിയ ആ 1 ദിറംസ് ഫുള്ളായിട്ട് എങ്ങനെ ഞാൻ നാട്ടിലേക്ക് ഉപ്പാക്ക് അയക്കാം എന്നുള്ളതായിരുന്നു ഞാൻ അന്നത്തെ കാലം നോക്കിയിരുന്നത്. കാരണം റൂമിൽ ഫുഡ് മെസ്സില്ലാത്ത സമയത്ത്
സ്റ്റുഡിയോയിലുള്ള ആളുകളെ മറ്റ് ഫ്രണ്ട്സ് എല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ കഴിച്ച് വരികയാണ്. അപ്പോൾ എൻ്റെ ടേൺ ആകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞു പോകും. പക്ഷെ ഞാൻ അന്ന് അത് ഹോട്ടലിലേക്ക് ആയിരുന്നില്ല പോയിരുന്നത്. സ്റ്റുഡിയോൻ്റെ തന്നെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഒരു 10 മിനിറ്റ് അവിടെ പോയി ആ സ്റ്റെപ്പിൽ പോയിരിക്കും. അങ്ങനെ ആ സ്റ്റെപ്പിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുന്ന ആ ഒരു സമയം വരെ ഞാൻ ആ സ്റ്റുഡിയോൻ്റെ ബാക്കിലെ ബിൽഡിങ്ങിൽ പോയിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡിയോയിലേക്ക് കയറി ചെന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും അനുഭവിച്ച ആളാണ് ഇന്നിപ്പോൾ ഷാർജ ഭരണാധികാരിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ടീമിൽ ജോലി ചെയ്യുന്നത്. ആ ഒരു ആഗ്രഹം, ഡെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ ഒരിടത്ത് എത്തും. തീർച്ചയായിട്ടും. നൗഫൽ, ഇതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ട് കുറേ അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് 2015 ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ എനിക്ക് ഞാൻ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ എനിക്ക് ഷാർജ എക്സ്പോഷറിൻ്റെ 2 പ്രാവശ്യം 1ാം സ്ഥാനത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നൗഫലിന്റെ സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എവിടെയോ എന്തോ ഒരു പതർച്ച ഉണ്ടോ എന്ന്, ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ടോ എന്ന്. അക്കാര്യം നൗഫൽ തന്നെ പറയും. നൗഫൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജോലിക്കോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇപ്പം എൻ്റെ ജോലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ പ്രൊഫഷണൽ കരിയറിനെ ഇത് ഒരിക്കലും ബാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഈ ഒരു സംസാരത്തിൻ്റെ കാര്യം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു കാലത്ത്. കാരണം എൻ്റെ തൊട്ടടുത്ത് വീടിൻ്റെ അവിടെ എല്ലാ പീടികയിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി കുറച്ച് അപ്പുറത്ത് ഇരിക്കുന്ന ആളുകളും കൂടെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് എൻ്റെ ഓരോ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി ഇരുന്ന ആ ഒരു കാലമാണ്. പക്ഷെ അന്നൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല. അന്നൊക്കെ എൻ്റെ ഒപ്പമുള്ളവർ കളിയാക്കുമ്പോൾ മാത്രമേ എനിക്ക് ഫീലായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വലിയ ആളുകൾ ഇന്നെ കളിയാക്കിയിരുന്നതും പറഞ്ഞിരുന്നതൊക്കെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ സങ്കടം. പക്ഷെ ഇപ്പോൾ ഞാനിവിടെ UAE-ലെത്തി ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഓരോ കുറവുകളും അത് ജന്മനല്ലതാണെങ്കിൽ കൂടെ പക്ഷെ അതിനൊന്നും വകവെക്കാം. ഇപ്പം ഞാൻ ഗവൺമെൻറ് ഓർഗനൈസേഷന് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ആളുകൾക്കൊക്കെ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നൗഫലിന്റെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഗൾഫിലേക്ക് വരണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. ബോംബെ വരെ പോവുകയും ചെയ്തു തോന്നുന്നു അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോംബെ വരെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പാക്കലെ വിസയും കാര്യങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷം ബോംബെ വരെ അന്ന് പോകുക. അങ്ങനെ ഉപ്പിറ്റും ഈ പാസ്പോർട്ട് ഒക്കെ കൊണ്ട് അവിടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും ഉപ്പാടെ വിസമ്മ വേറെ ഒരാൾ തൊട്ട് മുമ്പ് കയറിപ്പോയി എന്നുള്ളൊരു ന്യൂസാണ്. കാരണം അന്നത്തെ കാലത്തൊക്കെ ഫോട്ടോ മാറ്റി വെച്ചാൽ വേറെ ഒരാൾക്ക് കയറി പോകുന്ന ആ ഒരു കാലത്തായിരുന്നു. ആ ഉപ്പാനെയും ഭാര്യനെയും കുടുംബത്തെ അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് നാട്ടുകാരും വീട്ടുകാരും അവളെ കുടുംബക്കാരും ഒക്കെ ഇങ്ങനെ ചോദിക്കും, ഇതിൻ്റെ ഭാര്യനെ എന്താ അങ്ങോട്ട് കൊണ്ടുപോകാത്ത, ഇങ്ങനെയൊക്കെ ആയിട്ടും ഭാര്യനെ എന്താ അങ്ങോട്ട് കൊണ്ടുപോകാത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഉപ്പാക്കുള്ളൊരാഗ്രഹം ഇത് തീർത്തിട്ട് വേണം എൻ്റെ ഫാമിലിനെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും വൈഫിനെയും എല്ലാവരെയും ഒരുമിച്ച് UAE-ലേക്ക് ആദ്യമായിട്ട് വലിയ സന്തോഷമാണ്. ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പെരിന്തൽമണ്ണയിൽ എവിടെയാണ് വീട്, ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ? ഫാമിലിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഉപ്പ ഉമ്മ, എൻ്റെ താഴെ ഒരു പെങ്ങള്, മുകളിൽ ഒരു പെങ്ങള്, ഞാൻ മാത്രമുള്ളൂ ആണായിട്ട്, പിന്നെ ഭാര്യ, ഒരു മോന്, ഒരു മോള്. നൗഫല് വലിയ സന്തോഷം. നൗഫല് പറഞ്ഞപ്പോൾ ഒരിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കാനുള്ളതാണെന്ന് കൂടി ഓർക്കുക. അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്ന ഒരു ജീവിതമാണ് ഇത്. വലിയ സന്തോഷം നൗഫൽ. ഇനിയും നമുക്ക് ഇതേപോലെ കാണാം. കുറേ അവാർഡുകൾ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.